ഒറ്റപ്പാലം തോട്ടക്കര ശ്രീ കളരിക്കൽ അമ്പലത്തിൽ നടന്നിട്ടുള്ള ലളിതാ സഹസ്രനാമാർച്ചന അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി പരിപാടികളുമാണ് മകരച്ചൊവ്വയോടനുബന്ധിച്ചുണ്ടായിട്ടുള്ളതാണ്. ശുക്രപ്രാണഹരണവാരായി വീരനന്ദിതായൈ നമഃ. ഓം കാമേശ്വരമുഖാലോ ഓം മഹാഗണേശനെന്മിന്ന വിഘ്നയന്ത പ്രഹസിത. തോട്ടക്കര കളരിത്തൊടി പ്രദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്ന ഒരു അതിപ്രശസ്തമായ കളരി. അതിൻ്റെ ചരിത്രം പഴയ കാലത്ത് പൂമുള്ളി മനക്കാർക്ക് പടയാളികളെ അഭ്യസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കടത്തനാട്ടിലെ എരിഞ്ഞോളി എന്ന സ്ഥലത്ത് നിന്ന് വന്ന ഒരു കളരി ഗുരു സ്ഥാപിച്ച കളരിയാണ് ഇവിടെ പ്രശസ്തമായി നിലനിന്നിരുന്നത്. എന്നാൽ അനേകം വർഷങ്ങൾക്ക് മുൻപ് പ്രസ്തുത കളരി അത് നാമാവശേഷമാകുകയും നിലവിലുണ്ടായിരുന്ന കളരി ഗുരു ദിവംഗതനായതിനു ശേഷം ഈ പ്രദേശത്തെ ചില നായർ പ്രമാണിമാരാണ് പിന്നീട് ഈ കളരി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയത്. അതിനുശേഷം ആയുധ കളരിയിൽ നിന്ന്
ഇത് ജ്യോതിഷ പണിക്കന്മാരുടെ കൈവശം വന്നു ചേരുകയും വർഷങ്ങളോളം ജ്യോതിഷ പണിക്കന്മാരുടെ ഒരു കളരിയും അതുപോലെ തന്നെ വൈദ്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കളരിയിൽ എഴുത്തിനിരുത്തുൾപ്പെടെ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ കളരി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാമാവശേഷമായതിനു ശേഷം ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന വലിയ രീതിയിലുള്ള മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള മൂല്യശോഷണം ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു അന്ധകാരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കാനിടയായി. ഈ പ്രദേശമാകെ ഇരുട്ടിൽ ആണ്ടുപോവുകയും പരസ്പരം കലഹിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സ്നേഹവും സൗഹാർദ്ദവും ഇല്ലാത്ത ഒരു നാശത്തിൻ്റെ പാതയിലേക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒട്ടനവധി ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉള്ള ആളുകൾ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇവിടെ ഒരു താമ്പൂല പ്രശ്നം നടത്തുകയാണ്. 2002 മുൻപായിട്ട് 2ലാണ് ആ താമ്പൂല പ്രശ്നം ഇവിടെ നടത്തിയത്. വേങ്ങശ്ശേരി രാജൻ ഗുരുക്കളുടെ കാർമ്മികത്തിൽ നടന്ന ആ താമ്പൂല പ്രശ്നത്തിൽ തെളിഞ്ഞു വന്ന പ്രധാന പരിഹാരം ഈ കളരി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു മണ്ഡപപ്പുരയെങ്കിലും പണിത് കളരിയിലെ മച്ചിനകത്തുണ്ടായിരുന്ന കളൂരിക ദേവി, മഹിഷാസുരമർദ്ദിനി, ഭുവനേശ്വരി തുടങ്ങിയ ദേവിമാർക്കുള്ള ആരാധന നടത്തിയാൽ മാത്രമേ ഈ പ്രദേശത്തിനൊരു മോചനമുള്ളൂ, ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ഐശ്വര്യമുണ്ടാവുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് 2003 മിഥുനമാസത്തിലെ മകന്നാളിൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയോടുകൂടി ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത ക്ഷേത്രമാണ് ഇന്ന് ഈ നിലയിലേക്ക് മാറിയ കളരിക്കൽ ഭഗവതി ക്ഷേത്രം. മഹിഷാസുരമർദ്ദിനി പ്രധാന ദേവിയായി മൂകാംബിയുടെ അംശം കുടികൊള്ളുന്നു എന്ന് പറയുന്ന ഈ ക്ഷേത്രം എല്ലാ മലയാള മാസം 30 ചൊവ്വാഴ്ചയാണ് ഇവിടെ തുറന്ന് തന്ത്രി, നമുക്കറിയാം പനാവൂർ മനക്കിലെ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് അതിവിശിഷ്ടമായ രീതിയിലുള്ള പൂജകൾ ഇവിടെ നടക്കുന്നത്. പ്രധാന ദേവിക്ക് പുറമെ മഹാഗണപതി, ഒപ്പം തന്നെ ഭുവനേശ്വരി, നവഗ്രഹങ്ങൾ, ഭൈരവൻ, അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസ്, നാഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ കളരി ഗുരു ഉൾപ്പെടെ ഉള്ള പ്രതിഷ്ഠകൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 22 വർഷത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് ധാരാളം ആളുകൾ എല്ലാ മാസവും ഇവിടെ ദർശനത്തിന് വരുന്നു. ദേവിക്ക് വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഈ ക്ഷേത്രത്തിന് നൽകുന്നു എന്നതാണ് പ്രത്യേകത. ഈ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം, നിർമ്മാണത്തിന് ശേഷം ഈ പ്രദേശം ആകെ മാറി ഇവിടെ വലിയ രീതിയിലുള്ള അഭിവൃദ്ധിയും പുരോഗതിയും, ധാരാളം പുതിയ ആളുകൾ ഇവിടെ വന്ന് താമസക്കാരാവുകയും വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിന് വളരെ പരിമിതമായ 2 സെൻറ്റിൽ താഴെയുള്ള സ്ഥലങ്ങളാണ് കളരിയിൽ നിന്ന് പതിച്ചു കിട്ടിയതെങ്കിലും ആ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഒരു സ്വകാര്യ വ്യക്തിയുടെ 1.5 സെൻറ്റ് കൂടി ഞങ്ങൾ വാങ്ങിച്ച് ക്ഷേത്രത്തിന് അല്പം സൗകര്യം കൂട്ടി. ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഉത്സവ നാളുകളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സ്ഥലം പരിമിതി വലിയ പ്രയാസമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റി ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടന്നിരുന്ന ഏകദേശം 10 സെൻറ്റ് സ്ഥലത്തായി 2 കുടുംബങ്ങൾ അവരുടെ സ്ഥലം ക്ഷേത്ര കമ്മിറ്റിക്ക് നൽകാമെന്നേറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കി അതിൻ്റെ അവസാന 2ാം ഘട്ട ഭൂമി സമർപ്പണ യജ്ഞത്തിൻ്റെ സമാപനം ഏപ്രിൽ മാസത്തിൽ നടക്കുകയാണ്. ആദ്യത്തെ 4 സെൻറ്റ് സ്ഥലം 8 ലക്ഷം രൂപയ്ക്ക് വാങ്ങുകയും രണ്ടാമത്തെ 5 സെൻറ്റിലധികം വരുന്ന 2ാം ഘട്ട ഭൂമി സമർപ്പണ യജ്ഞത്തിലൂടെ 7 ലക്ഷം രൂപ നൽകിയിട്ടാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വരുന്ന ഏപ്രിൽ മാസത്തിൽ നടത്താൻ പോകുന്നത്. ഏറ്റവും ചരിത്രപരം, ഏറ്റവും അവിസ്മരണീയമായ ഒരു സംഭവം, ഈ ക്ഷേത്രം 2022 ജൂലൈ മാസത്തിൽ മിഥുന മാസത്തിലെ മകം നക്ഷത്രത്തിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തി കേവലം ഒരു 8-10 മാസത്തിനുള്ളിൽ തന്നെ ആദ്യമായി ഇവിടെ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവം എന്ന് പറയുമ്പോൾ മകരച്ചൊവ്വ ഉത്സവം, മിഥുനം മുതൽ മകരം വരെയുള്ള കാലയളവിനുള്ളിൽ അസൂയാവഹമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. ആന, പൂതനുംതറ, പറയെടുക്കൽ, ദേശം എഴുന്നള്ളിപ്പ്, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു മകരച്ചൊവ്വ ഉത്സവമായി ഇവിടെ
ചുരുങ്ങിയത് ഒരു 5-6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ഒരു ഉത്സവം രൂപപ്പെട്ടു വരികയാണ്. ആ ഉത്സവം ഇന്നും 3 ദിവസങ്ങളായി വിശേഷാൽ സർപ്പബലി, കളംപാട്ട്, ഊതനന്തറ, സഹസ്രനാമ അർച്ചന, അന്നദാനം, ദേശം എഴുന്നള്ളിപ്പ്, ആനയോടുകൂടി എല്ലാം ഇവിടെ ഇന്നും ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഈ ക്ഷേത്രം ഒരു നിമിത്തമായി എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ വിസ്മരിക്കാനാവില്ല. ഇപ്പോഴിവിടെ ഈ സ്ഥലം വാങ്ങിയതിൻ്റെയൊക്കെ പേരിലുള്ള സകല ദോഷ പാപ ദുരിത പരിഹാരത്തിനും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കളരിയായതുകൊണ്ട്, ഒരു ആയുധക്കളരി ആയതുകൊണ്ട്, ആ കളരിയുടെ ചരിത്രത്തിൽ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള മരണങ്ങളും നടന്നതുകൊണ്ട് അതിൽ നിന്നെല്ലാം ഈ ഭൂമിയെ മോചിപ്പിച്ചെടുത്ത് ഇവിടെ സർവൈശ്വര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ക്ഷേത്രതന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ വരുന്ന 2025 ആഗസ്റ്റ് മാസം 19-ാം തീയതി ചിങ്ങം 3 ഇവിടെ 30 ചൊവ്വാഴ്ച കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പാരമ്പര്യ തന്ത്രികളായ ഡോക്ടർ നരസിംഹ അടികയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യ അടികയുടെയും അവരോടൊപ്പം വരുന്ന ഒരു സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ മഹാചണ്ഡിക ഹോമം ഇവിടെ നടക്കുകയാണ്. ആ ചണ്ഡികാ ഹോമം ഒരു നാടിൻ്റെ അഭിവൃദ്ധിക്ക്, അതോടൊപ്പം തന്നെ പുരോഗതിക്ക്, അവിടെയുള്ള ദോഷങ്ങളിൽ നിന്നെല്ലാം മോചിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇത്രയും മഹത്തായ ഒരു ചണ്ഡികാ ഹോമം സമീപ പ്രദേശങ്ങളിൽ ഒരു ക്ഷേത്രങ്ങളിലും കൊല്ലൂരിൽ ഉള്ള അടികമാർ വന്ന് നടത്തിയിട്ടില്ല എന്ന ഒരു പ്രത്യേകത കൂടി ഈ കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ചണ്ഡികാ ഹോമത്തിന് അവകാശപ്പെടാനുണ്ട്. ഇവിടെ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നിത്യേന നടക്കുന്ന ചണ്ഡികാ ഹോമം, ആ ചണ്ഡികാ ഹോമത്തിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗുണഫലങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന യശസ്, കീർത്തി, അതുപോലെ തന്നെ സമ്പത്ത് എല്ലാം വളരെയധികം പ്രശംസനീയമാണ്. നമ്മുടെ ഈ പ്രദേശത്തും ആ തരത്തിലുള്ള സകലവിധ ജനങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ ഗുണഫലങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയാണ് 2025 ആഗസ്റ്റ് 19 ഈ മഹാചണ്ഡികാ ഹോമം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര കമ്മിറ്റി ഇവിടെ നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുമായി ആ ഡേറ്റിന് വരാനുള്ള എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. അവരിവിടെ 18-ാം തീയതി വരും. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അസൂയപ്പെടുന്ന രീതിയിൽ അത്രയും പെട്ടെന്നാണ് ഇവിടെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒരുപാട് ഭക്തജനങ്ങൾ, ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരും നിർലോഭം അവരവരുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ഒരു വിശ്വാസ്യത ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിൽ ഈ കമ്മിറ്റിക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നടക്കുന്ന ഈ ഏപ്രിൽ മാസത്തിൽ വരെ 2ാം ഘട്ട ഭൂമി സമർപ്പണയജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. കളരിക്കൽ അമ്മയ്ക്ക് ഒരടി മണ്ണ് എന്ന നാമത്തിലാണ് ഭക്തജനങ്ങളിൽ നിന്ന് വഴിപാടായി സ്വീകരിക്കുന്നത്. ഇതിൽ ഭാഗവാക്കാവാൻ താല്പര്യമുള്ള, ഇനിയും ഇതിൽ പങ്കുചേരാത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും ഏപ്രിൽ മാസം വരെ ഇതിൽ പങ്കുചേരാനുള്ള ഒരു സുവർണ അവസരമുണ്ട്. ഈ അവസരം എല്ലാ ഭക്തജനങ്ങളും വിനിയോഗിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റ് ചണ്ഡികാ ഹോമത്തെ സംബന്ധിച്ചിടത്തോളം അതിവിപുലമായ പ്രചരണങ്ങളും വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് അതിൽ പങ്കുചേരാനും അവർക്ക് ഈ ചണ്ഡികാ ഹോമത്തിൽ പങ്കെടുത്ത് അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാനുള്ള അവസരം ക്ഷേത്ര കമ്മിറ്റി പ്രത്യേകം ഒരുക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഈ ഹോമത്തിൽ പങ്കുചേർന്നുകൊണ്ട് മൂകാംബികയുടെ, കളരിക്കലമ്മയുടെ അനുഗ്രഹീത ആശസ്സുകൾക്ക് പാത്രീഭൂതരാവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ചണ്ഡികാ ഹോമത്തിനുള്ള ആദ്യത്തെ റെസീറ്റ് കൈമാറ്റമാണ്.
ഓം നക്ഷത്രാരാധ്യായ നമഃ. ഓം ചാരുരൂപായ നമഃ. ഓം വിദ്യായ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം സർവവർണ്ണവിവർജിതായ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം സൃഷ്ടികർത്തേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ബ്രഹ്മരൂപായ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ഗോപ്ത്രേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ഗോവിന്ദരൂപിണേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം സംഹാരിണ്യേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം രുദ്രരൂപായ നമഃ. ഓം ശിവരാശിവരംഗജേ നമഃ. ഓം ജ്ഞാനമുദ്രായ നമഃ. ഓം ജ്ഞാനഗംഗായ നമഃ. ഓം ജ്ഞാനജ്ഞേയസ്വരൂപിണേ നമഃ. ഓം യോനിമുദ്രായ നമഃ. ഓം ത്രിഗുണായ നമഃ. ഓം ത്രികോണായ നമഃ. ഓം ഓം അത്ഭുതചാരിത്രായ നമഃ. ഓം അഭ്യാസാദിജ്ഞാതായ നമഃ. ഓം അव्याजकरुणामूर्तये नमः. ओम सीताय नमः. ओम ओम सर्वानुलभ्यशासनाय नमः. ओम श्री महादेव्ये नमः. ओम श्रीचक्रराजनिलयाय नमः. ओम श्री महादेव्ये नमः. ओम श्रीमत्त्रिपुरसुन्दर्यै नमः. ओम श्री महादेव्ये नमः. ओम श्री शिवाय नमः. ओम श्री महादेव्ये नमः. ओम शिवशक्त्यैकरूपिण्यै नमः. ओम श्री महादेव्ये नमः. ओम ललिताम्बिकायै नमः. ओम श्री महादेव्ये नमः. ओम श्री महादेव्ये नमः. ओम श्री महादेव्ये नमः. സർവദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമഃ. കുറച്ച് തിരിച്ചിട്ട് മംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അവസാനം വെച്ചോളൂ. ഇനി ഒരു പൂവ് വാസനിച്ചിട്ട് ശിരസിന്റെ പുറമേൽ വീഴുക. നമ്മുടെ അർച്ചന ചെയ്ത പൂവ്, അർച്ചന ചെയ്ത പൂവ് എടുത്തിട്ട് വളത്തിന്റെ ചുവട്ടിലിരുന്ന് ഒരു പൂവ് എടുത്തിട്ട് കുറച്ച് പൂവ് വീട്ടിലേക്ക് കൊണ്ടുപോവാം. പിന്നെ പ്രദക്ഷിണം വെച്ചോളൂ.
ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
Thank you.
മാസത്തിൽ അവസാനിക്കുകയാണ്. ആരെങ്കിലും വഴിപാടുകൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ ക്ഷേത്ര കൗണ്ടറുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേണോ ഇനി മേഘവർണ്ണനാമുണ്ണിക്കണ്ണാനിൻ പാലൊളി